നമഃശിവായ. കൃഷ്ണവചനം. ആത്മീയമായ പല ഉന്നത അവസ്ഥകളും പടിപടിയായി കടന്നിട്ടാണ് അവസാനം ഒരാൾ ആത്മജ്ഞാനത്തിലെത്തുന്നത്. അങ്ങനെയല്ലാത്തവർ വളരെ വിരളമാണ്. ഇനി അഥവാ ആരെങ്കിലും ജ്ഞാനാവസ്ഥയിലേക്ക് നേരിട്ടെത്തുന്നുണ്ടെങ്കിൽ അവർ മുൻ ജന്മങ്ങളിൽ സാധന ചെയ്ത് പക്വത നേടിയിട്ടുള്ളവരായിരിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഇതിന് നല്ല ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു തോട്ടക്കാരൻ തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്നു. അവിടെ കാട് പിടിച്ചു കിടന്നിരുന്ന ഒരു സ്ഥലത്ത് മണ്ണിനടിയിൽ വെള്ളത്തിന്റെ ഒരു ഉറവ ഉണ്ടായിരുന്നു. കിളച്ചുകൊണ്ടിരുന്ന തോട്ടക്കാരന്റെ തൂമ്പ അറിയാതെ ആ ഉറവയിൽ തട്ടി. ഉടനെ വെള്ളം ശക്തിയായി ഒഴുകാൻ തുടങ്ങി. എവിടെ നിന്നാണ് ഇത്രയും വെള്ളം വരുന്നത്? ഇതെന്തൊരത്ഭുതം എന്നായി കണ്ടു നിന്നവർ. ഇതുപോലെ ഒരാൾ പെട്ടെന്ന് ആത്മജ്ഞാനിയായാൽ എല്ലാവരും അത്ഭുതപ്പെടും. ഇയാൾ വെറും ഒരു സാധാരണക്കാരനായിരുന്നുവല്ലോ, എങ്ങനെയാണ് ഇയാൾ ഇത്ര പെട്ടെന്ന് ഒരു മഹാത്മാവായത്? എന്നാൽ ഇത് ഒരു ജന്മം കൊണ്ട് ഉണ്ടായതല്ല. മണ്ണിനടിയിൽ നിന്ന് വെള്ളം ഉറപൊട്ടി വെറുതെ വന്നതല്ല. വളരെ കാലമെടുത്ത് മണ്ണിനടിയിൽ രൂപപ്പെട്ടു വന്ന ഉറവയിൽ നിന്നാണ് തൂമ്പ ഒന്ന് തൊട്ടപ്പോഴേക്കും വെള്ളം ഒഴുകി വന്നത്. അതുപോലെ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിൽ അയാൾ സാധന ചെയ്തിട്ടുണ്ടാകും. ഈ ജന്മത്തിൽ പെട്ടെന്ന് പക്വതയെത്തി, ആത്മജ്ഞാനവും നേടി. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ഈ വസ്തുത അർജുനനോട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അർജുനൻ ചോദിക്കുന്നു, അല്ലയോ മധുസൂദന, സമത്വ ബുദ്ധി ലക്ഷണമുള്ള ഏതൊരു യോഗമാണോ അങ്ങ് പറഞ്ഞത്? മനസ്സ് ചഞ്ചലമായതുകൊണ്ട് ഈ യോഗത്തിന് സ്ഥിരമായ നിലനിൽപ്പ് ഞാൻ കാണുന്നില്ല. ഭഗവാൻ പറഞ്ഞു, ഹേ മഹാബാഹു, നിയന്ത്രിക്കാൻ വിഷമമുള്ളതും ചഞ്ചലവുമാണ് മനസ്സ് എന്നതിൽ സംശയമില്ല. എന്നാൽ അർജുന, അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാവുന്നതാണ്. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, ശ്രദ്ധയുള്ളവനാണെങ്കിലും മനോനിയന്ത്രണമില്ലാത്തവനും യോഗസിദ്ധിയെ നേടുന്നതിനു മുൻപായി യോഗത്തിൽ നിന്നു മനസ്സ് വ്യതിചലിച്ചവനുമായവൻ ഏതവസ്ഥയെ പ്രാപിക്കും? ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, അവന് ഈ ലോകത്തിലോ പരലോകത്തിലോ ഒരിക്കലും നാശമുണ്ടാകുകയില്ല. വത്സ, ശുഭമായത് അനുഷ്ഠിക്കുന്നവൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കുന്നില്ല. യോഗഭ്രഷ്ടൻ, അതായത് യോഗസിദ്ധിയെ പ്രാപിക്കാതെ ശരീരം വെടിഞ്ഞവൻ. യോഗഭ്രഷ്ടൻ പുണ്യം ചെയ്തവരുടെ ലോകത്തിലെത്തി അവിടെ ദീർഘകാലം വസിച്ചതിന് ശേഷം ശുദ്ധരും സമ്പന്നരുമായവരുടെ ഗൃഹങ്ങളിൽ ജനിക്കുന്നു. അല്ലെങ്കിൽ അയാൾ ജ്ഞാനികളായ യോഗികളുടെ തന്നെ കുലത്തിൽ ജനിക്കുന്നു. ഈ ലോകത്തിൽ ഇത്തരം ജന്മം ലഭിക്കുക എന്നത് അത്യന്തം ദുർലഭമാണ്. ഹേ കുരുനന്ദന, അവിടെ വെച്ച് അയാൾക്ക് പൂർവജന്മത്തിലെ സംസ്കാരം തിരിച്ചു ലഭിക്കുകയും അതിന് ഫലമായി അയാൾ യോഗസിദ്ധിക്കായി വീണ്ടും പരിശ്രമിക്കുകയും ചെയ്യുന്നു. താൻ ഇച്ഛിക്കാതെയാണെങ്കിൽ പോലും യോഗഭ്രഷ്ടൻ പൂർവജന്മത്തിലെ അഭ്യാസത്തിന്റെ പ്രഭാവം കൊണ്ട് മാത്രം യോഗസാധനയിലേക്ക് നയിക്കപ്പെടുന്നു. യോഗത്തെ അറിയാൻ മാത്രം ആഗ്രഹിക്കുന്നവൻ കൂടി കൈവല്യഭാവത്തിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ സ്വയം ഇച്ഛിക്കാതെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത സാധനയുടെ ഫലമായി ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ വിവേകമുദിച്ച് ആത്മീയ ജീവിതത്തിലേക്കു തിരിഞ്ഞ ഒരു മഹാത്മാവായിരുന്നു 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സമർത്ഥ രാംദാസ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അക്കാലത്തെ രീതി അനുസരിച്ച് 12-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ വിവാഹം നിശ്ചയിച്ചു. ചില ഹിന്ദു വിവാഹങ്ങളിൽ ഒരാചാരമുണ്ട്. അഭിമുഖമായിരിക്കുന്ന വരന്റെയും വധുവിന്റെയും നടുവിൽ ഒരു തിരശീല പിടിച്ചിരിക്കും. വിവാഹ ചടങ്ങുകൾക്കൊടുവിൽ പുരോഹിതൻ ജാഗ്രത എന്ന് ഉറക്കെ വിളിച്ചു പറയും. എന്നിട്ടും വരനും വധുവിനും പരസ്പരം കാണാനായി തിരശീല മാറ്റും. തന്റെ വിവാഹ ചടങ്ങുകൾക്കിടയിൽ ജാഗ്രത എന്ന വിളി കേട്ട സമർത്ഥ രാംദാസ്
അത് തന്നോടുള്ള ഒരു ഉപദേശമായിട്ടാണ് തോന്നിയത്. വിവാഹം കഴിച്ച് വെറും ഒരു ലൗകികനായി ജീവിക്കരുത് എന്ന ഉപദേശം. അദ്ദേഹം ഉടൻ ചാടി എണീറ്റ് കാട്ടിലേക്ക് ഓടിപ്പോയി. പിന്നീട് 12 വർഷത്തേക്ക് അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. ഏകാന്തത്തിൽ കഠിനമായ സാധന ചെയ്ത് അദ്ദേഹം ഒരു സന്യാസിയായി, പലർക്കും ഗുരുവായി. ഒരു സാധാരണ ഗൃഹസ്ഥനാകേണ്ടിയിരുന്ന രാംദാസ് വെറും 12-ാം വയസ്സിൽ ജാഗ്രത എന്നൊരു വാക്ക് കേട്ടപ്പോൾ വിവേകമുദിച്ച് ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത സാധനയുടെ ഫലമായാണ്. ഒരു സാധകൻ എങ്ങനെയാണ് യോഗഭ്രഷ്ടനാകുന്നതെന്ന് പലരും സംശയിച്ചേക്കാം. ഒരാൾ ഈ ജന്മത്തിൽ ആത്മജ്ഞാനത്തിൽ എത്തിയില്ല എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല സാധകരുടെയും സ്ഥിതി ഇതാണ്. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അനേകം ജന്മങ്ങളുടെ പരിശ്രമം കൊണ്ടാണ് ഒരു സാധകൻ ആത്മജ്ഞാനം നേടുന്നത് എന്നാണ്. എന്താണ് ജ്ഞാനം ലഭിക്കാൻ ഇത്രയും കാലം എടുക്കുന്നത്? കാമം, ആഗ്രഹങ്ങളും മമതയുമാണ് ആത്മജ്ഞാനത്തിന് വിഘ്നമായി നിൽക്കുന്നത്. കാമവും മമതയും മൂലം മനസ്സ് ഒരു കോർക്ക് പോലെ ഭവസാഗരത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. മനസ്സിനെ അതിൻ്റെ ആഴങ്ങളിലേക്ക്, മൂലസ്ഥാനത്തിലേക്ക് തിരിക്കാൻ എത്ര തന്നെ ശ്രമിച്ചാലും കാമവും മമതയും അതിനെ പിന്നെയും മുകളിലേക്ക് തന്നെ കൊണ്ടുവരും. അതുകൊണ്ടാണ് മനസ്സ് ചഞ്ചലമാണെന്നും അതിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അർജുനൻ കൃഷ്ണനോട് പറയുന്നത്. മനോനിയന്ത്രണം ബുദ്ധിമുട്ടാണെന്ന് ഭഗവാൻ സമ്മതിക്കുന്നുണ്ട്. എന്നാലും അസാധ്യമല്ല എന്ന് പറയുന്നു. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിനർത്ഥം ആദ്യം പരാജയപ്പെട്ടാലും മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. പൂർണ്ണനാകും വരെ അഭ്യാസം തുടരണം എന്നാണ് വൈരാഗ്യം അഥവാ നിസ്സംഗത. എന്നാൽ പൂർണ്ണനാകും വരെ അഭ്യാസം തുടരണം എന്നാണ്. വൈരാഗ്യം അഥവാ നിസ്സംഗത എന്നാൽ പുറമേയുള്ള ലോകത്തെ ശ്രദ്ധിക്കാതെ തൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നാണ്. ഒരു നദിയുടെ ഒഴുക്കിനെതിരെ നീന്തി അതിൻ്റെ ഉദ്ഭവസ്ഥാനത്തെത്തുന്നത് പോലെയാണ് അത്. ഭോഗവസ്തുക്കളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതാണ് മനസ്സിൻ്റെ സ്വഭാവം. എന്നാൽ നമ്മുടെ ആധാരബിന്ദുവിലേക്ക് എത്തണമെങ്കിൽ മനസ്സിൻ്റെ സ്വഭാവത്തിന് വിപരീതമായി നീങ്ങിയേ തീരും. ഹരി ഓം നമഃ ശിവായ.